കോഴിക്കോട് തെരഞ്ഞെടുപ്പിന്റെ വീറും വാശിയും അമർന്നു കഴിഞ്ഞു. ഇതിനിടയിൽ തെരഞ്ഞെടുപ്പിന്റെ പഴമയും പുതുമയും ഒരുപോലെ നെഞ്ചിലേറ്റി അതിശയവും കൗതുകവും ഒരുപോലെ സമ്മാനിക്കുകയാണ് നഗരത്തിരക്കിൽ നിന്ന് മാറി ഒരു ദേശം. ചരിത്രത്തിന്റെ തുടിപ്പുകൾ ഒരുപാട് പറയാനുള്ള വലിയങ്ങാടിയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തും പഴമയുടെ പ്രൗഢിയോടെ തല ഉയർത്തി നിൽക്കുന്നത്. 1977 അടിയന്തരാവസ്ഥ കാലത്തെ തെരഞ്ഞെടുപ്പ് ചിത്രമാണ് പഴമയിലൊന്നാമൻ. ജനാധിപത്യം ജയിലിലടച്ച കോൺഗ്രസിനെ തോൽപ്പിക്കാൻ കലപ്പയേന്തിയ കർഷകന്റെ അടയാളത്തിൽ വോട്ടു ചെയ്യുക എന്ന ചുവർചിത്രം പതിറ്റാണ്ടുകളുടെ പിന്നാമ്പുറത്തേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത്. തെരുവിന്റെ ഇരുവശത്തുമുള്ള പഴയ കെട്ടിടങ്ങൾ നിറയെ തെരഞ്ഞെടുപ്പ് ഓർമ്മകളാണ്. ഇത് 1977 അടിയന്തരാവസ്ഥ കഴിഞ്ഞ വെള്ള ഇലക്ഷനിൽ എഴുതിയതാണ്. ഇന്ദിരാഗാന്ധിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കൽപ്പേന്ത്യ കർഷകന് നമ്മൾ അരിവാൾ ചുറ്റിക്കലിൻ്റെ കൂടെ ആരെങ്കിലും ചെയ്തതന്നെയാണ് അന്ന് അടിയന്തരാവസ്ഥ ജനങ്ങൾ അടിച്ചമർത്തിയല്ലോ, അതിനെ പറ്റിയിട്ടുള്ളത് എഴുതിയത്. അതിൻ്റെ ഓരോ വോട്ടും കൽപ്പേന്ത്യ കർഷകനിക്ക് ചെയ്യുക. ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി എം കമലത്തിനായി എഴുതിയ വെള്ളയും നീലയും കലർന്ന ചുവരെഴുത്തു മുതൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വീറും വാശിയും വരെ ചുവരുകളിൽ തെളിഞ്ഞു കാണാം. ഇടതും വലതും എൻഡിഎയും എന്തിന് സ്വതന്ത്രൻ വരെ മാഞ്ഞും തെളിഞ്ഞും ഇടം നേടിയിട്ടുണ്ട് വലിയങ്ങാടിയിലെ ചുവരുകളിൽ. കാലം മായ്ക്കാത്ത ഓർമ്മകളില്ല. എന്നാൽ ഈ ചുവരുകളിലെ ഓർമ്മകൾക്ക് കാലത്തിന് പോലും മായ്ക്കാനായിട്ടില്ല. അടുത്ത മാസം നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ചിത്രങ്ങളും അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ ഇടം നേടുമെന്ന് ഉറപ്പാണ്. കാലം മറക്കാത്ത ഓർമ്മകളായി. ജനം, കോഴിക്കോട്.